ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ ഫ്ലിപ്കാർട്ട് ആണ്. ഇപ്പം ഇതിൽ വരുന്ന കോണ്ടന്റ്സുകൾ ഇതൊക്കെയാണ്. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, അബൌട്ട്, യൂസർ ഇന്റർഫേസ്, കോമ്പറ്റീറ്റേഴ്സ്, സർവേ, കമ്പാരിറ്റീവ് അനാലിസിസ്, SWOT അനാലിസിസ്, കൺക്ലൂഷൻ ആൻഡ് റെഫറൻസസ്. കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആമസോൺ, മിന്ത്ര, അജിയോ, മീഷോ വെച്ചിട്ടാണ് ഇവിടെ അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് റേഞ്ച്, പ്രൈസ് റേഞ്ച്, എക്സ്ക്ലൂസീവ് കളക്ഷൻസ്, മൾട്ടിപ്പിൾ പേയ്മെന്റ് മെത്തേഡ്സ്, ഓഫേഴ്സ്, യൂസർ ഇന്റർഫേസ് ആൻഡ് കസ്റ്റമർ സർവീസസ്. ഇവിടെ നമ്മൾ ഒരു ബ്രീഫായിട്ട് ഫ്ലിപ്കാർട്ടിന്റെ ഒരു എബൌട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഫ്ലിപ്കാർട്ട് ഫൗണ്ട് ചെയ്തത് ഒക്ടോബർ 2007 ഫൗണ്ടേഴ്സ് സച്ചിൻ ബൻസാൽ ആൻഡ് ബിന്നി ബൻസാൽ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരിലാണ്. അവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി 42,000 എംപ്ലോയീസ് ഉണ്ട്. 2024 കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇ-കൊമേഴ്സ് ആണ് ഇൻഡസ്ട്രി. മാർക്കറ്റ് ഷെയർ വരുന്നത് ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്, അത് ഓരോ ഇതിലും ചേഞ്ചസ് വരാമല്ലോ. അപ്പൊ ഇപ്പം നമ്മൾ 2024 ഒരു ബേസിലാണ് പറയുന്നത്. 34.5% ആണ് അവിടെ മാർക്കറ്റ് ഷെയർ വരുന്നത്. അതിന്റെ ഓണർ വാൾമാർട്ട് ആണ്. പിന്നെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ്, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ആണ് ആമസോൺ, മിന്ത്ര, മീഷോ ആൻഡ് അജിയോ. ഇതാണ് നമ്മൾ ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ മൊബൈൽ വ്യൂ ഉണ്ട്, സിസ്റ്റം വ്യൂ ആയിട്ട്, ഡെസ്ക്ടോപ്പ് വ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. These all are the competitors of Flipkart. Here നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർവേ ചെയ്യുന്നുണ്ട്. സർവേയിൽ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് അവർ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്. നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സർവേ വാസ് ഡിസൈൻ ടു ഗ്യാദർ ഇൻസൈറ്റ്സ് ഇൻ ടു വേരിയസ് ആസ്പെക്ട് ഓഫ് അവർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. സർവേയിൽ നമ്മൾ കുറെ ഇൻസൈറ്റ്സുകളാണ് എടുക്കുന്നത്. ആ ഇൻസൈറ്റ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക്, കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് കുറെ ഇൻസൈറ്റേഴ്സ് എടുക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഡാഷ്ബോർഡ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ സർവേ അനാലിസിസ് ചെയ്ത് കിട്ടുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ട് ഒക്കേഷൻ ഫോർ പർച്ചേസ്, ഓഫേഴ്സിലാണ്. ഓഫേഴ്സ് വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ പർച്ചേസ് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയൽ പ്രൊഡക്റ്റ്, സാറ്റിസ്ഫൈഡ് ഇൻ സെയിൽസ് അസിസ്റ്റൻസ്, പ്രൈസ് വേഴ്സസ് സാറ്റിസ്ഫൈഡ്, പിന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കൂടുതൽ പ്രോഡക്റ്റ് ഏത് വാരിയസിലാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കമ്പാരിറ്റീവ് അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്ത ഇയർ, ഹെഡ് ക്വാർട്ടേഴ്സ്, ലൊക്കേഷൻ, കമ്പനി ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 2007 ആമസോൺ 1994 ആണ്, മീഷോ 2015, മിന്ത്ര 2007, എജിയോ 2016. ഇതിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ഫ്ലിപ്കാർട്ട് വരുന്നത് ബാംഗ്ലൂരിലാണ്, ആമസോൺ സിയാറ്റിൽ USA, മീഷോ ബാംഗ്ലൂരു, മിന്ത്ര ബാംഗ്ലൂരു ആൻഡ് അജിയോ മുംബൈ. ഇതിന്റെയൊക്കെ സിഇഒ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് കല്യാൺ കൃഷ്ണമൂർത്തി, ആമസോൺ ആൻഡി ജെയ്സി, മീഷോ വിദിത് ആർട്രെ, മിന്ത്ര നന്ദിത സിൻഹ ആൻഡ് അജിയോ ഇഷ അംബാനി. അപ്പം ഇത് നമ്മുടെ കമ്പനി, എല്ലാ കമ്പനീസിന്റെയും ഒരു ഓവർവ്യൂ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെയൊക്കെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ആനുവൽ റവന്യൂ ആൻഡ് മാർക്കറ്റ് ഷെയർ നമുക്ക് നോക്കിയാൽ, ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫ്ലിപ്കാർട്ടിന്റെ ആനുവൽ റവന്യൂ വരുന്നത് $25 ബില്യൺ ആണ്, US$ ആണ്. 2024 കണക്കനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മാർക്കറ്റ് ഷെയർ വരുന്നത് 30 to 35% ആണ്. ഇനി ഇവിടെ ആമസോൺ വരുമ്പോൾ
ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്കെടുക്കുന്നത്. $7 ബില്യൺ ആണ് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത്. 30-35% ആണ് മാർക്കറ്റ് ഷെയർ വരുന്നത്. മീഷോ $2 ബില്യൺ ആണ് വരുന്നത്. 5-10 ആണ് മാർക്കറ്റ് ഷെയർ വരുന്നത്. മിന്ത്ര $1.2 ബില്യൺ ആണ് മാർക്കറ്റ് ഷെയർ വരുന്നത്. 10-15% ആണ്. എജിയോ $1.5 ബില്യൺ ആണ്, അതിന്റെ മാർക്കറ്റ് ഷെയർ വരുന്നത് 2-5% ആണ്. ഇനി ഇവിടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഓഫറിംഗിന്റെ ബേസ് ചെയ്തിട്ട് കമ്പയറിംഗ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് കാറ്റഗറീസ് ആൻഡ് കീ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാറ്റഗറി ആയിട്ട് വരുന്നത്. പ്രോഡക്റ്റും സർവീസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എടുക്കുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് കാറ്റഗറീസും കീ ഫീച്ചേഴ്സും ആണ്. ഇതിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രോഡക്റ്റ് മെയിൻ ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, ഫാഷൻ, ഹോം ആൻഡ് ഫർണിച്ചർ, ബുക്സ്, ഗ്രോസറീസ്, ടോയ്സ് ആൻഡ് ബേബി പ്രോഡക്ട്സ്, ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ, സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്. ഇത്രയും ആണ് ബേസിക് ആയിട്ട് ഇവിടെ കൂടുതലും നമ്മൾ കാണിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെതായിട്ടുള്ള. ഇനി നമ്മൾ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഇന്റർഫേസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാറ്റഗറിയിൽ വരുന്നത്? ഹോം പേജ് ലേഔട്ട് ആൻഡ് നാവിഗേഷൻ. ഓക്കെ, ഇതിൽ ഹോം പേജ് ലേഔട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിന്റെ. അതിൽ ടോപ്പ് നാവിഗേഷൻ ബാർ, സെർച്ച് ബാർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സെർച്ച് ബാർ, മെയിൻ ബാനർ, പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ, ഡീൽസ് ആൻഡ് ഓഫേഴ്സ്. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ഒരു ഇന്റർഫേസ് ആണ് ഫ്ലിപ്കാർട്ടിൻ്റെതായിട്ട് നമുക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് അവിടെ ആ യൂസർ ഇന്റർഫേസിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നാവിഗേഷനും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി മെനൂസ് ഉണ്ട്, സൈഡ് ഫിൽറ്റേഴ്സ്, സെർച്ച് സജഷൻസ്. അതുപോലെ തന്നെ ആമസോൺ, മീഷോ, മിന്ത്ര, എജിയോയിലും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജീസ് വരുമ്പോൾ അവിടെയും ഫ്ലിപ്കാർട്ടിൽ വരുന്ന മാർക്കറ്റിംഗ് ഇതെങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫ്ലിപ്കാർട്ട് വരുമ്പോൾ ടിവിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, ഡിജിറ്റൽ ആഡുകൾ കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ, ഇമെയിൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആമസോൺ വരുമ്പോഴും മാർക്കറ്റിംഗ് ചാനൽസ് കാണിക്കുന്നുണ്ട്. മീഷോ, മിന്ത്ര ആൻഡ് അജിയോ. ഓൾസോ അജിയോയിലും നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ വരുന്ന പ്രൊമോഷൻസ്, ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ബിഗ് ബില്യൺ ഡേയ്സ് വരാറുണ്ട്, ഫ്ലാഷ് സെയിൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ്, ഫെസ്റ്റീവ് ആൻഡ് സീസണൽ സെയിൽസ്, ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ്. ഇതൊക്കെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കൊടുക്കുന്ന പ്രൊമോഷൻസ് ആണ്. ഇനി ആമസോൺ, മീഷോ, മിന്ത്ര ആൻഡ് അജിയോയിലൊക്കെ എന്താ പറയുക ഡിസ്കൗണ്ട് ഓഫേഴ്സ് കൊടുക്കാറുണ്ട്, പ്രൈം ഡേ ഫെസ്റ്റീവ് സെയിൽസ് കൊടുക്കാറുണ്ട്, ഫ്ലാഷ് സെയിൽസ് കൊടുക്കുന്നുണ്ട് ആമസോണിൽ. പക്ഷെ ബിഗ് ബില്യൺ ഡേയ്സ് ഇല്ല. ഡിസ്കൗണ്ട് ആൻഡ് ഓഫേഴ്സ്, ഫ്ലാഷ് സെയിൽസ്, ക്യാഷ് ബാക്ക് ഒക്കെ എവിടെ കൊടുക്കുന്നുണ്ട്? മീഷോയിൽ കൊടുക്കാറുണ്ട്. പിന്നെ മിന്ത്രയിലാണെങ്കിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ, ലോയൽറ്റി റിവാർഡ്സ്, സീസണൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അജിയോയിലാണെങ്കിൽ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ്, സീസണൽ സെയിൽസ് ആൻഡ് ഫ്ലാഷ് സെയിൽസ്. ഇനി ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ AI ആൻഡ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ആമസോണിലാണെങ്കിൽ AI മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്, മീഷോയിൽ സോഷ്യൽ കൊമേഴ്സ് ടൂൾസ്, മിന്ത്രയിൽ ഫാഷൻ ഫോക്കസ്ഡ് അൽഗോരിതം വെച്ചിട്ടാണ് മിന്ത്രയിൽ പോകുന്നത്, അജിയോയിൽ ട്രെൻഡി പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് അജിയോയിൽ പോകുന്നത്. ഇനി ഇതിന്റെ ഒരു SWOT അനാലിസിസ് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രോങ് ബ്രാൻഡ് വാല്യൂ ആണ് ഫ്ലിപ്കാർട്ടിനുള്ളത്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കാറ്റഗറീസ് ഉണ്ട്, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്, ഗുഡ് കസ്റ്റമർ സപ്പോർട്ട് ആണ്, ഇന്നോവേറ്റീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ വീക്ക്നെസ് പറയുമ്പോൾ ഹൈ കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് ഇതിന് ഹൈ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ ബ്രാൻഡ് പെർസെപ്ഷൻ ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂസ്, സംടൈംസ് അതിന്റെ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസി ഓൺ ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൊമോഷൻസ്, കസ്റ്റമർ സർവീസ് ചാലഞ്ചസ്. ഇനി ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഗ്രോയിങ് ഇ-കൊമേഴ്സ് മാർക്കറ്റ്, റൂറൽ മാർക്കറ്റ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ,
പാർട്ട്ണർഷിപ്സ് ആൻഡ് അക്വിസിഷൻ. ഇനി ത്രെഡ്സുകൾ ഫ്ലക്ച്വേറ്റിംഗ് എക്കണോമി, unfavorable market condition and government policies from competitors like Amazon, Myntra, Ajio. അവർക്ക് നമുക്ക് എന്താണ് ത്രെഡ്സുകൾ, ഈ ഫ്ലിപ്കാർട്ടിന് ത്രെഡ്സുകൾ വരാനുള്ള സൈബർ സെക്യൂരിറ്റി റിസ്കുകൾ, ഓൾസോ സൈബർ സെക്യൂരിറ്റി റിസ്ക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ഇത്രയും കമ്പാരിസൺ നടന്ന ഒരു ഇതില് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫ്ലിപ്കാർട്ടിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മിന്ത്ര, ആമസോൺ, മീഷോ, അജിയോനൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ കൂടുതലും നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലാണ്. നമ്മൾ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും പറയുന്ന SWOT അനാലിസിസിൽ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിനാണ്. പിന്നെ സർവേ നമ്മൾ ചെയ്തു. സർവേ ചെയ്യുമ്പോഴും ഫ്ലിപ്കാർട്ടിലാണ് കൂടുതൽ ആൾക്കാരും എന്താ പറയുന്നത് പ്രോഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. അതിനുള്ള ഡിഫറെന്റ് നമ്മൾ അത് കമ്പയർ ചെയ്യാനുള്ള കുറെ കാറ്റഗറീസ് നമ്മൾ കുറെ ഫീച്ചേഴ്സ് എന്തിന്റെ ബേസിലൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. പിന്നെ അവിടെയും അധികം ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരുന്നത് ഫ്ലിപ്കാർട്ടാണ്. പിന്നെ ആമസോൺ, നമുക്കറിയാം ആമസോൺ നമ്മൾ ഗ്ലോബലി ആമസോൺ ആണ് ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്നത്, ഗ്ലോബലി ആണ് എക്സ്പേർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് ഒരു കമ്പയർ ചെയ്ത് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിനെ എന്താ പറയാ ആമസോൺ ഗ്ലോബലി എക്സ്പേർട്ട് ആയതുപോലെ നമുക്ക് ഫ്ലിപ്കാർട്ടിനെ അങ്ങനെ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഇന്ത്യയിൽ നമുക്ക് ആമസോണിന്റെ ലെവലിലേക്ക് ഫ്ലിപ്കാർട്ടിനെ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കമ്പാരിസൺ ആണ് നമുക്ക് ഇത്രയും ഒരു അനാലിസിസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ these all are the references for doing this comparison. Thank you.